കുറച്ച് ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ വന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഷവായുടെ വീഡിയോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തേക്ക് പകുതി സവാളയും പച്ചമുളകും പകുതി തക്കാളിയും പിന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇവിടെ എടുത്തേക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്, അങ്ങനെ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ജീരകവും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഉപ്പിടാൻ മറക്കരുത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം, ഞാൻ പറയാൻ മറന്നുപോയതാണ്. പിന്നെ ആവശ്യത്തിന് വേണ്ട വിനാഗിരിയും തൈരും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കണം. ഞാൻ നേരത്തെ തന്നെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് മസാല ഒക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ കാലുകൾ തമ്മിൽ ഞാൻ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് നൂല് വെച്ച്, കാരണം അത് വെന്ത് കഴിയുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനാണ്. അങ്ങനെ ഞാൻ ഇത് വേവിക്കുന്നത് കുക്കറിലാണ്. അങ്ങനെ കുക്കർ എടുത്ത് അതിനകത്ത് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ആ ചിക്കനും ആ ഗ്രേവിയൊക്കെ നല്ലപോലെ വെച്ചെടുത്ത് അതിൻ്റെ മേളിൽ കുറച്ചും കൂടെ ബട്ടറിനായിട്ട് എടുത്ത് വേവിക്കാനായിട്ട് വെച്ചു. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 30 മിനിറ്റാണ് ഞാൻ ചിക്കൻ വേവിച്ചെടുത്തത്. പിന്നെ ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് ബട്ടർ ഇട്ടെടുത്ത് സവാളയും തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ സോട്ട് ചെയ്തെടുത്തു. പിന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തായിരുന്നു. പിന്നെ ചിക്കൻ വന്ന ഗ്രേവിയും കൂടി ഞാൻ ചേർത്ത് നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്ത് ആ ചിക്കനിലേക്ക് അത് കുറുകിന്നപ്പോൾ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഷവായി സെറ്റായി. ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല പൊറോട്ട കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് മയോണൈസും കൂടി ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് കഴിച്ചു.